വളരെ മരിച്ചാൽ മതിയെന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മരിച്ചാൽ മതി, ഇങ്ങനൊരു ജീവിതം തുടർന്നു പോകാൻ ഒരിക്കലും ഒരു സ്ത്രീകൾക്കും പറ്റില്ല. അതുപോലെ ഈ സംഘടനാപരമായ തീവ്രമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ ഭർത്താവിൽ കൂടി ഞാൻ അനുഭവിച്ചത്. അമ്മ എന്നോട് പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം ഒരു 4-5 വർഷം ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഡാഡി ബിസിയായിരുന്നു. എന്നാൽ എല്ലാവരുടെ മുമ്പേ നല്ലൊരു ജീവിതമായിരുന്നു. എന്നാൽ ഇതിന് വ്യത്യാസമുണ്ടായത് ഡാഡി ഗൾഫിൽ പോയെന്ന് ഒരു സമയമുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു? അതിനുശേഷം നമ്മളെല്ലാവരും അറിയുന്നത് എല്ലാവരുടെ മുമ്പേ നല്ല സന്തോഷപരമായിട്ടൊരു ജീവിതമാണ്, ഗൾഫിലാണ് ജോലി, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായി. എന്നാൽ അതിൻ്റെ അകത്തും ഒത്തിരി സത്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അമ്മ ഒന്ന് സംസാരിക്കാമോ? വളരെ പ്രതികൂലത്തിലും വിഷയങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കവേ സംഘടനാപരമായ നാട്ടിൽ പ്രബലമായ ഒരു കേസുണ്ടായി. അതിൽ എൻ്റെ ഭർത്താവ് അകപ്പെട്ടു. അതിൽ ഒന്നാമനായി നിന്നു, നേതൃത്വം കൊടുത്തു എന്നുള്ള കാരണത്താൽ അതിനൊന്നും പോയില്ലെങ്കിൽ പോലും അത് മുൻ നിരയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവാണ് അതിന് കാരണക്കാരനെന്ന് പറഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം, സംഘടനക്കാർ ഒന്നടങ്കം എൻ്റെ ഭർത്താവിനെ കൊല്ലണം, ജീവനോടെ ഇനി വച്ചേക്കില്ല എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കയില്ല, നാട്ടിൽ നിന്നാൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ ഭർത്താവിനെ ഗൾഫിൽ അയച്ചു. ഗൾഫിൽ പോയി നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളമായിരുന്നു, കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ സാമ്പത്തികമായ എല്ലാം നല്ല നിലയിൽ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അതുവരെ ഇല്ലാത്തൊരു മാറ്റം സംഭവിച്ചു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു വരവേ 10 വർഷം അങ്ങനെ എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി 2 വർഷത്തിലൊരിക്കൽ വരും, 4 മാസം നാട്ടിൽ നിൽക്കും. വളരെ സന്തോഷകരമായി 10 വർഷത്തോളം ഗൾഫ് ആയിരുന്നുള്ള രീതിയിൽ അതുവരെ എല്ലാവരും പറയുമായിരുന്നു ഗൾഫ് എന്ന് പറഞ്ഞ് നാട്ടിൽ ഈ ഗൾഫുകാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഞങ്ങളെ നോക്കി എല്ലാവരും പറയുമ്പോൾ ഇവർ ഗൾഫുകാരാണ് എന്നുള്ള ഒരു അനുഭവത്തിൽ ഞങ്ങൾ ജീവിച്ചു വന്നു. 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് 2 വർഷം നിന്നിട്ട് വീണ്ടും തിരികെ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് 6 മാസം കഴിയുമ്പോൾ നിന്നെ മക്കളെയും കൊണ്ടുപോകാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവിടെ പോയി. അതിനിടയിൽ തന്നെ നമുക്കൊരു വീട് വാങ്ങുവാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായി. സാമ്പത്തികമായി നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരു വീട് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കന്ന് ഈ ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്ന സന്തോഷമായി. ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അമ്പലത്തിനടുത്തൊരു വീട് വാങ്ങി. അപ്പോൾ എല്ലാ ദിവസവും തന്നെ അമ്പലത്തിൽ പോകുക, പായസത്തിനും ആവശ്യമുള്ള എല്ലാം കൊണ്ടുപോകുക. എൻ്റെ മക്കളെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. ദീപാരാധന എന്നൊക്കെ പറയുമല്ലോ, ആ സമയത്ത് ഞാൻ പോവുക. ചന്ദനക്കുറിയിട്ട ശാന്തി എന്നെ എല്ലാവരും വിളിക്കുമായിരുന്നു. അതുപോലെ എല്ലാവർക്കും അറിയാം ഞാനൊരു ഒരു ഭക്തയാണ് എന്ന്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതിനെല്ലാം അങ്ങനെ നടന്നു. അങ്ങനെ ആ വീട്ടിനകത്ത് കയറി ഇട്ടാണ് 6 മാസം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് പോയതും 6 മാസം കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുവന്ന് പറയുന്നതും എല്ലാം. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് വിളിക്കുകയാണ്, എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു. 75 lakhs എന്ന് പറയുന്ന 75 ലക്ഷത്തോളം രൂപ അവിടെ സ്വരൂപിച്ചു. ആ പൈസ മൊത്തം അവിടെ ഒരു ബിസിനസ്സിന് വേണ്ടി ചെലവഴിച്ചു. അതെല്ലാം അവിടെ തന്നെ നഷ്ടപ്പെട്ടു. ഒരു രാത്രി കൊണ്ട് അറബിയൊന്ന് കട പൂട്ടി, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഒന്നുമില്ലാത്തവനെ പോലെ, ഇക്കാമയില്ല, പാസ്പോർട്ടില്ല, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ജോലി തിരക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ വരാൻ പറ്റുന്നില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? പൂജാരിയിലെ മന്ത്രവാദിയിലെ ജ്യോതിഷക്കാരെ അന്വേഷിച്ചത്. ഞങ്ങൾ തെക്കോട്ടും വടക്കോട്ടും എവിടെയെല്ലാം ഉണ്ടോ ഞങ്ങളെ സ്റ്റേറ്റ് വിട്ട് പോലും അങ്ങനെ പോകുമായിരുന്നു. അതാണ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞത്.
ഞങ്ങൾ അന്വേഷിച്ച് പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ പല ഇടങ്ങളിലും ജ്യോതിശാലയമെന്ന് ബോർഡ് വച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അന്വേഷിച്ച് പോയി. അവിടെ ഒന്നും ഒരു സമാധാനം കിട്ടിയില്ല, ഒരു മറുപടി കിട്ടിയില്ല. അവരെല്ലാവരും ഒരേ വാക്ക് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ 4 പേരുടെയും ജാതകം ഒരുപോലെ ദോഷമാണ്. ഇനി അതിന് പരിഹാരം കാണണം. അതിന് വലിയൊരു ലിസ്റ്റ് എഴുതി തരും. പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പുറത്ത് വരണം എന്ന് പറയുവാൻ അത് ഞങ്ങൾ കടം വാങ്ങി. അന്ന് എൻ്റെ ഭർത്താവ് പൈസ ഒന്നും അയക്കുന്നില്ല. അവിടെ പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഒരു അറിവുമില്ല. അപ്പോൾ ഇതിനെല്ലാം ഞങ്ങൾ നടന്നു, പൂജാരിമാരെ കണ്ടു, ആ ലിസ്റ്റിന് പ്രകാരം കടം വാങ്ങി സാധനം വാങ്ങി പൂജകൾ മന്ത്രവാദം എല്ലാം ചെയ്തപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് ശാപമാണെന്ന് പറഞ്ഞ് ഇതുപോലൊരു ജാതകം, ഇതുപോലെ ഒരു കുടുംബം ഒരുമിച്ച് ഇങ്ങനെ ശാപഗ്രസ്തരായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മന്ത്രവാദികളും പൂജാരികളും എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും അന്ന് വരെ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈ പണം ഗൾഫുകാരെന്നുള്ള പദവിയിൽ നിന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ സ്നേഹം, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അങ്ങ് താമസിക്കും. തിന്നും കുടിച്ചും സന്തോഷിച്ച് ജീവിച്ചവരെല്ലാം ശാപമെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഞങ്ങളെ വിട്ട് അവർ പോയി. പിന്നെ ഞങ്ങളെ അടുക്കൽ വന്നിട്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവരാരും അന്വേഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഭവനത്തിനകത്ത് സമാധാനമില്ലാത്തതുപോലെ അനുഭവമായി. എൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചെന്ന് പിന്നെ ഒരു അറിവില്ല. ഞങ്ങൾ അറിയാവുന്ന നമ്പറിലെല്ലാം കൂട്ടുകാരെല്ലാം വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നടക്കുന്നതുണ്ട്, അറബിയെ കൊല്ലും, ഇവിടെ വളരെ പ്രതികൂലമാണ്, എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിക്കാൻ പറ്റിയ അത്രയും നല്ലതല്ല, ജീവനോടെ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനിടയായി. ഞങ്ങൾ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പിന്നെ ഒരറിവുമില്ല, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും, തിരിച്ച് നാട്ടിൽ വരില്ല എന്ന് ബന്ധുക്കളടക്കം എല്ലാവരും പറഞ്ഞു. 91 മുതൽ അങ്ങോട്ടുള്ള ഓരോ സമയം, ആ കുറച്ച് സമയത്ത് ആ 10 വർഷത്തെ ഒരു സന്തോഷമല്ലാതെ അതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം വീണുടഞ്ഞൊരു ചീട്ടുകൊട്ടാരം പോലും മുൻപിൽ എങ്ങോട്ട് ഒരു നിമിഷം നീങ്ങണമെന്ന് ആഹാരം കഴിക്കപ്പെടുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ പഠിപ്പിക്കാനോ യാതൊരു നിർവാഹമില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആരോട് ഞങ്ങൾ പറയും, സങ്കടം അതുവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സംഘടനക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ അയൽവാസികളോ ആരും ഇല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമായി. ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ കഴിച്ചോ കുടിച്ചോ ആരും ഒന്നും ചോദിക്കാനില്ലാതെയായി. ഞങ്ങൾക്ക് യാതൊരു മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത അനുഭവത്തിൽ പോയി. പറമ്പിൽ പട്ടിണിയാണ്. അതുവരെ പട്ടിണി എന്തെന്നോ ആഹാരത്തിൻ്റെ ആ വിഷമം എന്തെന്നോ അറിയാതെ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി അടക്കാൻ തുടങ്ങി. വീട്ടിൽ പറമ്പിൽ കിടന്ന ചെറുധാന്യങ്ങൾ ഞങ്ങൾ പുഴുങ്ങി തിന്നു. രാമച്ചം നട്ടിരുന്നു, പറമ്പിൻ്റെ അതിരിൽ നടുമല്ലോ പണ്ടത്തെ കാലത്ത്. ആ രാമച്ചമാണ് എടുത്ത് ഞങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ചീരത്തണ്ട് പോലെ തളർന്ന് കിടക്കും. അടുത്ത നിമിഷം എന്തെന്നറിയില്ല, ആരോട് ചോദിക്കാൻ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ കഷ്ടകാലം വന്നപ്പോൾ ആരുമില്ല, ആരോട് ചോദിക്കുമെന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അങ്ങനെ 4 വർഷം 91 മുതൽ 94 വരെയുള്ള സമയങ്ങളിലാണ് ഞങ്ങൾ വളരെ പരിതാപകരമായ അനുഭവത്തിൽ മരിച്ചതിന് തുല്യം സൂര്യൻ അസ്തമിച്ചാൽ ഉദിക്കേണ്ട എന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി ഒരു അസുഖം ഞങ്ങൾ വരരുതേ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. കാരണം വന്നാൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പൈസയില്ല, ആരുമില്ല സഹായത്തിന്. അയൽവാസികൾ പോലും മുഖം തിരിച്ചു കളഞ്ഞു ഈ കഷ്ടകാലത്ത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, നല്ല സമ്പന്നനായി, എൻ്റെ ഭർത്താവ് തന്നെ ഗൾഫിൽ കൊണ്ടുപോയതാണ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല സമ്പന്നനായി ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തി. അങ്ങനെ ലാസ്റ്റ് നിമിഷമായി. അങ്ങനെ എൻ്റെ ഇളയ മകൻ അവിടെ പോയി. ആ കൊച്ചച്ഛനോടെ 100 രൂപ ചോദിച്ചു. ഞാൻ കഞ്ഞി വെച്ചിട്ട് അരി വാങ്ങിച്ചിട്ട് ഒരാഴ്ച കാലമായി. 100 രൂപ ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ 3 പട്ടികളുണ്ട്. ആ 3 പട്ടിക്കും കൂടി ഒരു ദിവസം പാലും മുട്ടയും ബ്രെഡും എല്ലാം വാങ്ങുന്നതിന് 250 രൂപ വേണം. എൻ്റെ സഹോദരൻ്റെ മകൻ സമ്പന്നനായി ഗൾഫുകാരൻ്റെ എൻ്റെ സഹോദരൻ്റെ മകന് ഭവനത്തെ കഞ്ഞി വയ്ക്കാൻ 1 കിലോ അരിക്ക് വേണ്ടി എൻ്റെ മുൻപിൽ വന്ന് പിച്ചക്കാരനെ പോലെ നിൽക്കുന്നു എന്ന് എൻ്റെ 16 വയസ്സായ എൻ്റെ ഇളയ മകനെ നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുക കണ്ണീരോടെ സങ്കടത്തോടെ ഭവനത്തിൽ മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, നാട്ടുകാരില്ല. നമുക്കെല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു.
ഇന്ന് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അരിയിൽ അരി വാങ്ങാനോ സ്കൂളിൽ പോകുവാനോ നിവർത്തിയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇന്ന് നമ്മളെല്ലാം അഭിമാനമില്ലാതെ അഭിമാനം തകർന്നു. ഇനി നമ്മൾ അത് നഷ്ടപ്പെട്ട സ്ഥിതി ജീവിക്കേണ്ട, വിഷം വാങ്ങി നമുക്ക് മരിക്കാം. അങ്ങനെ ഞങ്ങളന്ന് മരിക്കാൻ കൊതിച്ച ഒരു സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതുവരെ ജീവിച്ചു, കൊതി തീർന്നിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അവരെ നല്ലതായി വളർത്തിയ എനിക്കോ നന്നായി ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവർ നല്ല നിലയിലാക്കി അത് സ്കൂളിൽ പോലും ഇടാൻ നിർവാഹമില്ല. ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? മരിച്ചു. ഈ സമൂഹത്തോടും എൻ്റെ ബന്ധുക്കളോടും സംഘടനക്കാരോടും അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവരോടും, ഞങ്ങളെ കൈവിട്ട എല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്നുള്ള മരിക്കണം, ജീവിക്കണമെന്ന് ഇല്ല, മരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു കിടന്ന ഒരു രാത്രി.